വെൽക്കം ടു കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനൽ. കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൊട്ട് മുകളിൽ സെക്ഷൻ 6 പഠിച്ചു. സെക്ഷൻ 6-ൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ സൊസൈറ്റി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. അതുപോലെ സെക്ഷൻ 7-ൽ എന്താണ് പഠിച്ചത്? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 7 പഠിച്ചത്. അതുപോലെ സെക്ഷൻ 8-ൽ പറയുന്നത് സെക്ഷൻ 7 പ്രകാരം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 8-ൽ 2 സബ് സെക്ഷനാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് വേർ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്, ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ signed and sealed by him, which shall be conclusive evidence that the said society is duly registered under this act. അതായത് ഈ നിയമപ്രകാരം ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്ന പക്ഷം രജിസ്ട്രാർ തൻ്റെ കയ്യൊപ്പും അതുപോലെ ഓഫീസ് സീലും രേഖപ്പെടുത്തി ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതും അത് പ്രസ്തുത സംഘം ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനായുള്ള നിർണായക തെളിവായിരിക്കുന്നതുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സബ്സെക്ഷൻ 2-ൽ പറയുന്നു, notwithstanding anything contained in subsection 1 where the registrar is satisfied that the original registration certificate is irrecoverably lost and a duplicate certificate could not be issued, as the files or records regarding the registration of the cooperative society was lost after registration, the registrar shall issue a certificate stating the registration number and date of registration of a cooperative society on the basis of the details available in the audit certificate and the records available with the registrar, signed and sealed by him, which shall be conclusive proof that the said society is duly registered and it shall be treated as a certificate of registration. അതായത് മുകളിൽ പറഞ്ഞ ഉപവകുപ്പിൽ എന്തുതന്നെ ഉൾപ്പെടുത്തിയിരുന്നാലും സംഘത്തിൻ്റെ യഥാർത്ഥ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടപ്പെട്ടുവെന്ന് രജിസ്ട്രാറിന് ബോധ്യപ്പെടുകയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നൽകാനാവാത്ത വിധം സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധമായ രേഖകളും ഫയലുകളും രജിസ്ട്രേഷന് ശേഷം നഷ്ടപ്പെടുകയും ചെയ്താൽ രജിസ്ട്രാറിന് എന്തു ചെയ്യാം? രജിസ്ട്രാറിൻ്റെ കയ്യിലുള്ള ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെയും ലഭ്യമായ മറ്റു രേഖകളുടെയും അടിസ്ഥാനത്തിൽ തൻ്റെ ഒപ്പും സീലും പതിപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ നൽകുന്നതും ആയത് സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച ഒരു നിർണായക തെളിവായിരിക്കുന്നതും. കൂടാതെ ഇത് എന്തായി പരിഗണിക്കും? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റായി പരിഗണിക്കുന്നതുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ വിശദമായി പഠിക്കാം. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, വേർ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അതായത് അണ്ടർ ദിസ് ആക്ട് എന്ന് നിങ്ങൾ പ്രത്യേകം പഠിക്കണം. ചിലപ്പോൾ നാളെ എക്സാമിൽ എന്ത് ചോദിക്കാം? വേർ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ എനി ആക്ട് ഇൻ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. നിങ്ങളത് എഴുതാൻ വേണ്ടി പാടില്ല. എന്തു തന്നെ പഠിക്കണം ഈ ആക്ട് പ്രകാരം. അതുകൊണ്ടാണ് ഇവിടെ KCS ആക്ട് അണ്ടർ ദിസ് ആക്ട് എന്ന് പ്രത്യേകം പറയുന്നത്. അതുകൂടാതെ രജിസ്ട്രാറാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈ ആക്ട് പ്രകാരം കൊടുക്കേണ്ടത്. അത് ഏത് ടൈപ്പ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് എങ്കിൽ രജിസ്ട്രാറാണ് എന്ത് ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് എന്ന് രജിസ്ട്രാറിൻ്റെ സൈനും അതുപോലെ ഓഫീസ് സീലും ഉണ്ടായിരിക്കണം. ഇത് എന്തായാണ് പരിഗണിക്കുന്നത്? ഒരു നിർണായക രേഖയായാണ് പരിഗണിക്കുന്നത്. ഇവിടെ സബ്സെക്ഷൻ 1-ൽ കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സബ്സെക്ഷൻ 2-ൽ കൺക്ലൂസീവ് പ്രൂഫ് എന്നാണ് പറയുന്നത്. രണ്ടും ഇവിടെ വേറെ വേറെ പദങ്ങളായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിക്കണം. കൺക്ലൂസീവ് എവിഡൻസ് അതുപോലെ കൺക്ലൂസീവ് പ്രൂഫ്. ഏത് ആക്ട് പ്രകാരമാണ് നിർണായക തെളിവായിരിക്കുന്നതാണ് എന്ന് ഇവിടെ പറയുന്നത്? അണ്ടർ ദിസ് ആക്ട്. ഇത് ഈ ആക്ട് പ്രകാരമാണ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ദ സെഡ് സൊസൈറ്റി ഈസ് ഡ്യൂലി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ സബ്സെക്ഷൻ 2-ൽ പറയുകയാണ്, ചില സമയങ്ങളിൽ ഫ്ലഡ് അല്ലെങ്കിൽ ഫയർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാൽ സൊസൈറ്റിയിലെ രേഖകൾ മുഴുവൻ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലേ? നമുക്കറിയാം, ഒരു സൊസൈറ്റിയിലെ
രേഖകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സൊസൈറ്റി ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കും. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? സൊസൈറ്റി രജിസ്ട്രാറിന് ഒരു അപേക്ഷ കൊടുക്കുകയും രജിസ്ട്രാർ എന്ത് ചെയ്യും? രജിസ്ട്രാറിൻ്റെ കയ്യിലുള്ള ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് രജിസ്ട്രാറിൻ്റെ കയ്യിലുള്ള മറ്റ് റെക്കോർഡ്സും നോക്കിയിട്ട് രജിസ്ട്രാർ എന്ത് ചെയ്യും? ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ചിലപ്പോൾ നാളെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരാം. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ദ റെക്കോർഡ്സ് അവൈലബിൾ വിത്ത് ദ DCA എന്ന് ചിലപ്പോൾ ചോദിക്കാം. മുമ്പ് ഒരു തവണ എക്സാമിൽ ഈ ചോദ്യം വന്നതുമാണ്. അതുകൊണ്ട് തെറ്റാതെ പഠിക്കുക. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ദ റെക്കോർഡ്സ് അവൈലബിൾ വിത്ത് ദ രജിസ്ട്രാർ എന്തെന്ന് പഠിക്കുക. ഇവിടെ മറ്റൊരു വാക്കുകൂടി പറയുന്നുണ്ട്, ആഫ്റ്റർ രജിസ്ട്രേഷൻ. അതായത് രജിസ്ട്രേഷന് ശേഷമാണ് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുന്നത് എങ്കിലാണ് എന്ത് ചെയ്യുന്നത്? അപേക്ഷ കൊടുക്കുന്നത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ എന്ത് ചോദിക്കാം? ബിഫോർ രജിസ്ട്രേഷൻ എന്ന് നമ്മളോട് ചോദിക്കാം. സോ അങ്ങനെയെങ്കിൽ ഒരിക്കലും തെറ്റിക്കാൻ വേണ്ടി പാടില്ല. ആഫ്റ്റർ രജിസ്ട്രേഷൻ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഈ രജിസ്ട്രാർ കൊടുക്കുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തായാണ് പരിഗണിക്കുന്നത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയാണ് പരിഗണിക്കുന്നത്.